വളരെ നല്ല എക്സ്പീരിയൻസ് ആണ്. ഞാനിവിടെ ഏകദേശം 2 വർഷമായി വെച്ചിട്ട്. ഇതിൻ്റെ ഇൻസ്റ്റലേഷൻ, അപ്രൂവൽ എല്ലാ കാര്യങ്ങളും അവർ എനിക്ക് പക്കയായിട്ട് ചെയ്തു തന്നു. പ്രൊഡക്ഷനും കാര്യങ്ങളും എല്ലാം നമുക്ക് നമ്മളെ മൊബൈൽ ആപ്പ് വഴി തന്നെ നമുക്കെല്ലാം മോണിറ്റർ ചെയ്യാൻ പറ്റുന്നുണ്ട്. ജെ ഓട്ടോമേഷൻ തെരഞ്ഞെടുത്തതിൽ സാറ് സാറ്റിസ്ഫൈഡ് ആണോ കംപ്ലീറ്റ്ലി? ഡെഫിനറ്റ്ലി 100% സാറ്റിസ്ഫൈഡ് ആണ്. ഹായ്, ജെ ഓട്ടോമേഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ട്രിവാൻഡ്രം സൈഡിലുള്ള നെട്ടയം ലൊക്കേഷനാണ് ഒരു സൈറ്റ് റിവ്യൂ വീഡിയോ ചെയ്യാൻ വന്നിട്ടുള്ളത്. ഇവിടുത്തെ കസ്റ്റമർ ബിബൻ സാറാണ്. സാറിന് നമ്മളൊരു 3 കിലോ വാട്ടിൻ്റെ പ്ലാന്റായിരുന്നു ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. 2 വർഷം മുമ്പായിട്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. ഒരു FB ആഡ് എൻക്വയറി ആയിട്ടായിരുന്നു സാർ ഞങ്ങളെ കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞതിന് ശേഷം സാറിൻ്റെ തന്നെ ഫാദറിലോയ്ക്കും റെഫർ ചെയ്ത് ഒരു പ്ലാന്റ് 3 കിലോ വാട്ട് ഇവിടെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ കസ്റ്റമർ വിവിൻ സാറാണ് കൂടെ ഉള്ളത്. സാറിന് സോളാർ വെച്ചിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ് എന്ന് ചോദിച്ചു നോക്കാം. സാർ 2 വർഷമായി ഇപ്പം സോളാർ വെച്ചിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു പ്രൊഡക്ഷനും കാര്യങ്ങളും എല്ലാം? വളരെ നല്ല എക്സ്പീരിയൻസ് ആണ്. ഞാനിവിടെ ഏകദേശം 2 വർഷമായി വെച്ചിട്ട്. ഞാൻ ആദ്യമായിട്ട് ഓൺലൈനിൽ ജിയുടെ കുറേ വർക്കും കാര്യങ്ങളൊക്കെ കണ്ടതിന് ശേഷമാണ് അവരുമായിട്ട് കോൺടാക്ട് ചെയ്ത് വർക്ക് ചെയ്യിപ്പിച്ചത്. ബട്ട് വൺസ് വർക്ക് ചെയ്യിപ്പിച്ചതിന് ശേഷം എനിക്ക് യാതൊരു കാര്യവും നോക്കേണ്ടി വന്നിട്ടില്ല. കംപ്ലീറ്റ് കാര്യങ്ങൾ, അതായത് ഇതിൻ്റെ ഇൻസ്റ്റലേഷൻ, അപ്രൂവൽ എല്ലാ കാര്യങ്ങളും അവർ എനിക്ക് പക്കയായിട്ട് ചെയ്തു തന്നു. അപ്പം വൺസ് മീറ്ററിന് മാത്രമാണ് നമ്മളെ KSEBയുടെ സൈഡിൽ നിന്ന് വന്നൊരു ഡിലേ മാത്രമാണ്. വൺസ് അത് വന്നതിന് ശേഷം കൃത്യമായിട്ട് ഇവർ കമ്പനിയിൽ നിന്ന് സർവീസ് ആയാലും ഓരോ 6 മാസത്തിൽ, ആദ്യം 1 വർഷത്തിലായിരുന്നു, പിന്നെ ഇതിന് ശേഷം 6 മാസത്തിൽ ഒരിക്കൽ വന്നിട്ട് കൃത്യമായിട്ട് വന്ന് സർവീസ് കംപ്ലീറ്റ് ക്ലീൻ ചെയ്ത് നമ്മളെ ഫീഡ്ബാക്ക് കാര്യങ്ങളെല്ലാം എടുക്കുന്നുണ്ട് കൃത്യമായിട്ട്. പ്രൊഡക്ഷനും കാര്യങ്ങളും എല്ലാം നമുക്ക് നമ്മളെ മൊബൈൽ ആപ്പ് വഴി തന്നെ നമുക്കെല്ലാം മോണിറ്റർ ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ എന്തെങ്കിലും ഒരു കുറവോ ഇഷ്യൂസോ എന്തുണ്ടെങ്കിലും എനിക്ക് ഓപ്പണായിട്ട് അവരെ കോൺടാക്ട് ചെയ്ത് കാര്യങ്ങൾ പറയാനും അത് അപ്പം തന്നെ ക്ലിയർ ചെയ്യാനും അവർ എപ്പോഴും ശ്രമിക്കാറുണ്ട്. ജെ ഓട്ടോമേഷൻ ആഡിലൂടെ, ഫേസ്ബുക്ക് ആഡിലൂടെയാണ് കണ്ടെന്ന് പറഞ്ഞത്. പിന്നെ അത് കഴിഞ്ഞിട്ട് കൊട്ടേഷനൊക്കെ സാറിന് സാറ്റിസ്ഫൈഡ് ആയിരുന്നു? കംപ്ലീറ്റ് കൊട്ടേഷനും കാര്യങ്ങളും. കാര്യം ഞാൻ GAG മാത്രമല്ല 3-4 വെണ്ടറിൻ്റെ അടുത്ത് നിന്ന് കൊട്ടേഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കമ്പാരിറ്റീവ്ലി അവിടെ എല്ലാം നമുക്ക് റേറ്റ് വളരെയധികം കൂടുതലായിരുന്നു. വളരെയധികം എന്ന് പറഞ്ഞാൽ ഇതിന് ഈ GAG തന്ന കൊട്ടേഷനെക്കാളും നമുക്ക് ഏകദേശം ഒരു 20-25,000 ഡിഫറൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഡെഫിനറ്റ്ലി പിന്നെ ഞാൻ GAGയുടെ വർക്കും കാര്യങ്ങളൊക്കെ നോക്കിയപ്പം അതും വളരെ നല്ല വർക്കായിരുന്നു. അപ്പോൾ അവരുടെ ഒരു ആൾ വന്ന് നമുക്ക് കുറച്ച് സൈറ്റ് അഡ്രസ്സ് കാര്യങ്ങളൊക്കെ തന്നു. അപ്പോൾ ഞാൻ അവരെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അവർ അതുവരെ ഉള്ള എക്സ്പീരിയൻസ് വളരെ നല്ല എക്സ്പീരിയൻസ് ആണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഒരു കാര്യം എനിക്ക് തോന്നുന്നു, ഞാനിത് 2 വർഷം മുമ്പെന്ന് പറഞ്ഞ സോളാർ ഇത്രത്തോളം ആയിട്ടില്ലായിരുന്നു. അപ്പോൾ എനിക്ക് ഏകദേശം ഒരു നല്ലൊരു കറണ്ട് ബില്ല് വന്ന് തുടങ്ങിയ ഒരു ടൈമായിരുന്നു. ഏകദേശം 4,000-4,500 രൂപ വെച്ച് മാസം കറണ്ട് ബില്ല് 2 മാസത്തെ ഒരിക്കൽ കറണ്ട് ബില്ല് വരുമായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ്, ഞാനൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. അപ്പം എനിക്ക് ഈ ഒരു എന്താ പറയുക, ഒരുപാട് കറണ്ടും കാര്യങ്ങളും റിലേറ്റഡ് ആയിട്ടുള്ളതിൻ്റെ ഉപയോഗങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അതിനുശേഷമാണ് ഞാൻ എന്തായാലും സോളാർ എടുക്കാമെന്നുള്ളൊരു ഡിസിഷനിൽ ഇത് ചെയ്തത്. ഇവിടെ വീട്ടിൽ ഇപ്പോൾ ലോഡെല്ലാം നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. എക്സ്ട്രാ എന്തെങ്കിലും എടുത്തിട്ടുണ്ടായിരുന്നോ ഇതിന് സോളാർ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുമ്പ്? സോളാർ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുമ്പ് പൊതുവെ AC ഉണ്ടായിരുന്നു. ACയുടെ ഉപയോഗം, ഒരു AC ആയിരുന്നു ഉണ്ടായിരുന്നത്. ആ ഒരു ഉപയോഗം കൊണ്ട് തന്നെയാണ് അത്യാവശ്യം കറണ്ട് ബില്ല് കാര്യങ്ങൾ വന്നുകൊണ്ടിരുന്നത്. ഈ പറഞ്ഞതുപോലെ 2 മാസത്തെ ഒരിക്കൽ 4,000 നമുക്ക് വരുമായിരുന്നു. അപ്പോൾ അതിനുശേഷം നമ്മൾ ഈ സോളാർ വെച്ചതിന് ശേഷം കുറേ കൂടെ എനിക്ക് എന്താ പറയുക, ലാവിഷായിട്ട് യൂസ് ചെയ്യാൻ പറ്റി. മുമ്പ് നമ്മൾ പിടിച്ച് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് കുറച്ചുകൂടെ എനിക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റി. പിന്നെ ഇപ്പം സബ്സിഡി എമൗണ്ട് ഒക്കെ എങ്ങനെയായിരുന്നു? എത്ര ദിവസം എടുത്തു കിട്ടാനായിട്ട്? സബ്സിഡി എമൗണ്ട് എനിക്ക് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 1 മന്തിൽ 1 to 1.5 മന്തിൽ എനിക്ക് സബ്സിഡി എമൗണ്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. വേറെ ഡിലേ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ലായിരുന്നു. KSEBിൽ നമ്മൾ ഇനിഷ്യൽ ഒരു പേയ്മെന്റ് ചെയ്തു, അതൊക്കെ കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു? അത് KSEBിൽ ഇനിഷ്യൽ പേയ്മെന്റ് കഴിഞ്ഞതിന് ശേഷം ഇവിടെ GAGയുടെ ഓഫീസിൽ നിന്ന് ആൾ വന്ന് പുള്ളി നമ്മളെ കയ്യിൽ നിന്ന് കൺസേണും കാര്യങ്ങളും എല്ലാം വാങ്ങിച്ച് പുള്ളി തന്നെയാണ് ഫോമും കാര്യങ്ങളും എല്ലാം സബ്മിറ്റ് ചെയ്ത് കൃത്യമായിട്ട് നമുക്ക്, എനിക്ക് തോന്നുന്നു ഏകദേശം ഇത് സബ്മിറ്റ് ചെയ്ത് ഏകദേശം ഒരു 1 മന്തിനകത്ത് തന്നെ നമ്മളെ അക്കൗണ്ടിലോട്ട് ക്യാഷും കാര്യങ്ങളും എല്ലാം വന്നിട്ടുണ്ട്. ജെ ഓട്ടോമേഷൻ തെരഞ്ഞെടുത്തതിൽ സാറ് സാറ്റിസ്ഫൈഡ് ആണോ കംപ്ലീറ്റ്ലി? ഡെഫിനറ്റ്ലി 100% സാറ്റിസ്ഫൈഡ് ആണ്. കാര്യം ഫസ്റ്റ് ടൈം യാതൊരു പ്രത്യേകിച്ച് ഒരു റെക്കമെൻഡേഷനും ഇല്ലാതെ സെലക്ട് ചെയ്ത ഒരു ഏരിയ ആയിരുന്നു GAG ഓട്ടോമേഷൻ. കാര്യം എനിക്ക് പരിചയമുള്ള അങ്ങനെ ഒരുപാട് ടീംസ് ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ ആ ഒരു ഇതിൽ ആദ്യമായിട്ട് എൻ്റെ സ്വന്തം റിസ്കിൽ ഞാൻ എടുത്തതാണ്. ബട്ട് ഐ വാസ് 100% സാറ്റിസ്ഫൈഡ്. സർവീസിലൊക്കെ ഹാപ്പി ആണല്ലോ അല്ലേ? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ GAG കോൺടാക്ട് ചെയ്യാം. താങ്ക് യു സാർ, താങ്ക് യു. ഇവിടെ 3 കിലോ വാട്ടിൻ്റെ പ്ലാന്റ് ആണിത്. ഇവിടെ നമ്മൾ
6 പാനൽസ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. അദാനിയുടെ മോണോഫേഷ്യൽ പാനൽസ്. ഓരോന്നും 530 വാട്ട്സ് വരുന്ന പാനൽസ് ആണ്. ഈ പാനൽസിന് ഒരു 25 ഇയേഴ്സ് പെർഫോമൻസ് വാറണ്ടിയും 12 ഇയേഴ്സ് പ്രൊഡക്ഷൻ വാറണ്ടിയും ആണ് കൊടുക്കുന്നത്. പിന്നെ നമ്മളിവിടെ നല്ലൊരു സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട്. വാക്ക് വേയും ലാഡറോട് കൂടി നല്ലൊരു സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട്. 1.5 മീറ്റർ ഹൈറ്റിലാണ് സ്ട്രക്ചർ വെച്ചിരിക്കുന്നത്. പിന്നെ പാനൽ അറേഞ്ച് ചെയ്തിട്ടുള്ളത് നോർമലി എല്ലായിടത്തും നമ്മൾ ചെയ്യാറുള്ള പോലെ തന്നെ നോർത്ത് ടു സൗത്തിലേക്ക് സ്ലോപ്പ് ഇട്ട് 13 ഡിഗ്രി ആംഗിൾ ഇൻക്ലൈൻഡ് ആക്കിയാണ് കൊടുത്തിട്ടുള്ളത്. നല്ലൊരു ലൈറ്റ്നിങ് അറസ്റ്റർ കൊടുത്തിട്ടുണ്ട്. അലൂമിനിയം കേബിളിൻ്റെയാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ നമുക്ക് 3 എർത്തിങ് ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഒന്ന് AC സൈഡ് എർത്തും പിന്നെ ഒരു DC സൈഡ് എർത്തും പാനൽ വിത്ത് സ്ട്രക്ചറിൻ്റെ ഒരു എർത്തിങ്ങും ആണ് വന്നിട്ടുണ്ടായിരുന്നത്. നമ്മൾ 2 ഇയേഴ്സ് ബാക്ക് ചെയ്തിട്ടുള്ള ഒരു പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ നമ്മളെല്ലാം അവൈലബിൾ ആയിട്ടുള്ള സോഫാറിൻ്റെ ഇൻവെർട്ടർ ആയിരുന്നു ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു 8 ഇയേഴ്സ് വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നോർമലി ACDBയും DCDBയും നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വിപിൻ സാറിൻ്റെ വൈഫിൻ്റെ ഫാദറാണ് കൂടിയുള്ളത്, രവീന്ദ്രൻ സാറ്. ഇവിടെ നമ്മൾ 1 ഇയർ ബാക്ക് ഒരു പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നു. 3 കിലോവാട്ട് തന്നെയായിരുന്നു ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം സാറിന്റെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചേക്കാം. സാർ എങ്ങനെ ഉണ്ടായിരുന്നു? 1 ഇയർ ആയിട്ട് ഇപ്പം സോളാർ പ്ലാന്റ് യൂസ് ചെയ്യുവാണല്ലോ. അതെ, ഇത് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളൊന്നും വന്നിട്ടില്ല. ഒരു മിനിമം ഇതിൽ തന്നെയാണ് ഇപ്പോഴും കറണ്ട് ചാർജ് വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ KCBയിൽ അങ്ങോട്ടേക്ക് യൂണിറ്റ്സ് കൊടുക്കുന്നുണ്ടോ? അങ്ങോട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു ചെറിയൊരു എമൗണ്ട് അതിൻ്റെ ഒരു ബാലൻസ് അവർ തരികയും ചെയ്തിട്ടുണ്ട്. ബാക്കി GG ഓട്ടോമേഷന്റെ സർവീസും കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? സർവീസിങ് ഇതിനിടയ്ക്ക് ഒരു പ്രാവശ്യം വന്ന് ഒരു എല്ലാം ക്ലീൻ ചെയ്തൊക്കെ വന്നിട്ട് പോയി. പിന്നെ സർവീസിങ് നമ്മൾ ആവശ്യപ്പെടുന്ന സമയത്ത് വരുന്നുണ്ട്. പിന്നെ മഴക്കാലത്ത് അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ? ഇല്ല, പ്രത്യേകിച്ച് വന്നിട്ടില്ല. മഴക്കാലത്ത് പ്രൊഡക്ഷൻ കുറവെന്നുള്ള അല്ലാതെ വേറെ ബുദ്ധിമുട്ടുകളൊന്നും വേറെ വന്നിട്ടില്ല. നോർമലി ഒരു പ്രൊഡക്ഷൻ എങ്ങനെയുണ്ട്? ചെക്ക് ചെയ്യാറുണ്ടോ? വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ എനിക്ക് തോന്നുന്നൊരു 15 നല്ല വെയിലുള്ള ദിവസങ്ങളാണെങ്കിൽ ഒരു 15-16 യൂണിറ്റുകളൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ ഓൾമോസ്റ്റ് GG ഓട്ടോമേഷന്റെ സർവീസും കാര്യങ്ങളൊക്കെ സാറ്റിസ്ഫൈഡ് ആണോ സാർ? സർവീസിങ് കുഴപ്പമില്ല. ആവശ്യപ്പെട്ടാൽ ഉടനെ അറ്റൻഡ് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്. ഇവിടെ വിപിൻ സാറിന്റെ ഫാദറിലോക്ക് നമ്മൾ ഒരു പാനൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നു. 3 കിലോവാട്ട് പ്ലാന്റ് തന്നെയായിരുന്നു ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് അദാനിയുടെ ബൈഫേഷ്യൽ പാനൽസ് ആണ്. കമ്പാരിറ്റീവ്ലി അവിടുത്തെ പ്ലാന്റിനേക്കാളും കുറച്ചും കൂടെ നല്ല പ്രൊഡക്ഷൻ നടക്കുന്നുണ്ടെന്നാണ് സാർ പറഞ്ഞത്. ഇവിടെ 6 പാനൽസ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്, 535 വാട്ട്സ് തന്നെ. ബൈഫേഷ്യൽ പാനൽസിന് ഒരു 30 ഇയേഴ്സ് പെർഫോമൻസ് വാറണ്ടിയും 12 ഇയേഴ്സ് പ്രൊഡക്ഷൻ വാറണ്ടിയാണ് കൊടുക്കുന്നുണ്ടായിരുന്നത്. പിന്നെ നമ്മളിവിടെ നല്ലൊരു സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട്. വാക്ക് വേയും ലാഡറും ഒക്കെ എടുത്ത് നല്ല രീതിയിൽ നല്ലൊരു സ്ട്രക്ചറും കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം 2 മീറ്റർ ഹൈറ്റിൽ ആണ് കൊടുത്തിട്ടുള്ളത്. പാനൽ നമ്മൾ നോർത്ത് ടു സൗത്തിലേക്ക് 13 ഡിഗ്രി ഇൻക്ലൈൻഡ് ആക്കി തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. നമ്മളിവിടെ കോപ്പറിന്റെ ലൈറ്റിംഗ് അറസ്റ്റർ ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. നോർമലി 3 കിലോവാട്ട് പ്ലാന്റിന് 3 എർത്തിങ്ങും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് ദയുടെ 3 കിലോവാട്ട് ഓൺ ഗ്രിഡ് ഇൻവെർട്ടർ ആണ്. ഈ ഇൻവെർട്ടറിന് 5 ഇയേഴ്സ് വാറണ്ടിയാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ നമ്മുടെ തന്നെ കമ്പനിയിൽ ചെയ്തിട്ടുണ്ടായിരുന്ന ഹാവൽസിന്റെ AC ഡിസ്ട്രിബ്യൂഷൻ ബോക്സും DC ഡിസ്ട്രിബ്യൂഷൻ ബോക്സും കൊടുത്തിട്ടുണ്ട്. നമ്മൾ കസ്റ്റമർ 2 പേരെടുത്തും സംസാരിച്ചിട്ടുണ്ടായിരുന്നു. 2 പേരും ടോട്ടലി ഹാപ്പിയാണ് ഞങ്ങളുടെ GG ഓട്ടോമേഷന്റെ സർവീസിലും എല്ലാം. പ്ലാന്റ് ഇൻസ്റ്റാളേഷനിൽ അവർക്ക് അത്യാവശ്യം നല്ല രീതിയിലൊരു പ്രൊഡക്ഷനും കിട്ടുന്നുണ്ട്. പിന്നെ GG ഓട്ടോമേഷനെ കോൺടാക്ട് ചെയ്യാൻ താല്പര്യമുള്ളവർ, നമ്മുടെ കമ്പനിയുടെ ലൊക്കേഷൻ വരുന്നത് വട്ടപ്പാറ ട്രിവാൻഡ്രം സൈറ്റിലായിട്ട് വരുന്നുണ്ട്. പിന്നെ അതുപോലെ കൊല്ലം ആയൂരും തിരുവല്ലയിലുമായിട്ട് 2 ഓഫീസുണ്ട്. അപ്പം GG ഓട്ടോമേഷനെ കോൺടാക്ട് ചെയ്യാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക.